സിംഹത്തിൻ ഗുഹയെനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും സിംഹത്തിൻ ഗുഹയെനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം കാലങ്ങും പ്രതിസന്ധികളിൽ ഉള്ളം കാലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദാനിയേലിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നു, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. ആമേൻ. സ്തോത്രം. ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. സിംഹത്തിൻ്റെ ഗുഹയിൽ അകപ്പെട്ട ദാനിയേലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആ രാജാവ് ദാനിയേലിന് എന്ത് സംഭവിച്ചു എന്നറിയുവാൻ വന്ന് ചോദിക്കുമ്പോഴാണ് ദാനിയേലിൻ്റെ മറുപടിയാണ്, ദാനിയേലിൻ്റെ സാക്ഷ്യമാണിത്. അതായത്, എൻ്റെ ദൈവം സിംഹങ്ങളുടെ വാ അടച്ചു കളഞ്ഞു. ഇതേ ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മുടെ പിതാവായി സ്വർഗത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ജീവനോടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും, സിംഹത്തിൻ്റെ ഗുഹയ്ക്ക് സമാനമായ പല പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ കരുണയോടെ നോക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല പിതാവ് സ്വർഗത്തിലുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഈ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ജീവിക്കാം. ജയകരമായ ജീവിതം ഈ ലോകത്ത് ജീവിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.